അപ്പൊ നല്ലൊരു റെഡ് കളർ പോളോ ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു റേറ്റിന് എവിടെയെങ്കിലും കിട്ടുമെന്നും കൂടി നമുക്ക് അന്വേഷിച്ചാൽ അറിയാം. ഈ ഒരു റേറ്റിന് എവിടെ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പൊ അത്രയും നല്ലൊരു ഡിപ്രിസിയേഷൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഏകദേശം ഒരു ഫുൾ ലോൺ അടുപ്പിച്ച് ലോൺ കിട്ടുന്ന ഒരു വാറന്റിന് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം എക്സ്റ്റൻഡ് വാറന്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെ ഞാൻ യൂസ് ചെയ്യുന്ന ടാറ്റ തന്നെയാണ്. നമുക്കിപ്പോ 5 വർഷമൊക്കെ വാറന്റി കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വോക്സ് വാഗൺ പോളോ ജിടിയിലേക്ക് വന്നിരിക്കുകയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ഈ വണ്ടി ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. അപ്പൊ നല്ലൊരു സ്വിഫ്റ്റ് ഡിസയർ സെഡാനിൽ വരുന്ന നല്ലൊരു വണ്ടി കൂടിയാണ്. സ്കോഡയിലേക്ക് വന്നിരിക്കുകയാണ്. പ്രശ്നം വന്നിരിക്കുന്നത് സ്കോഡ സ്ലാവിയ സെൽറ്റോസ് 2019 ലോഞ്ചിങ് വീക്കിൾ 19-ലാണല്ലോ ലോഞ്ച് വരുന്നത്. ലോഞ്ചിങ് സെറ്റിൽ വരുന്ന വണ്ടിയാണ്. ഒരു വർഷം കൊണ്ട് നമുക്കൊരു 3.5 ലക്ഷം രൂപയുടെ മുകളിൽ ഡിഫറൻസ് കിട്ടുന്ന ഒരു വണ്ടി. ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിങ്ങമാസാണ്. ഒരുപാട് പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം മെട്രോ കാസിലാണ്. കാലിക്കറ്റ് തിരുവണ്ണൂർ മിനി ബൈപ്പാസ് റോഡാണ് ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ലെറ്റ്സ് റോളിംഗ്. അപ്പോൾ ഇന്ന് നമ്മളെ മെട്രോ കാസിൽ കാറിന്റെ കളക്ഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടി നമ്മളെ കൂടെ ഉള്ളത് അനഘ തന്നെയാണ്. വെൽക്കം ബാക്ക്. ചിങ്ങമാസൊക്കെയാണ്, ഒരുപാട് പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓളാണ്. ഏകദേശം എത്ര കളക്ഷൻസ് ഉണ്ട് ഇപ്പോ? നമ്മളിപ്പം സ്റ്റോക്ക് ഒന്ന് നന്നായിട്ട് അപ്ഡേറ്റ് ആയി. ഒരു 38 വണ്ടി 40 വണ്ടിയോളം സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഓക്കെ. ഒരുവിധം എല്ലാ കാറ്റഗറിയും വന്നിട്ടുണ്ട് അല്ലേ? 7 സീറ്റർ കാറ്റഗറിയിലേക്ക് തന്നെ ഒരു 3 വണ്ടി പുതിയത് വന്നിട്ടുണ്ട്. അല്ലാതെയും കളക്ഷൻ വേറെ കിടക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ മാനുവലും എല്ലാം. ഓക്കെ, അപ്പൊ നമുക്ക് കാറിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, നമ്മളെ മെട്രോ കാസിന്റെ ട്രേഡ് ഐക്കൺ വോക്സ് വാഗൺ പോളോയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു സമയത്ത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ഒരുപാട് കളക്ഷൻസ്. ഇപ്പോഴും ഉണ്ട്. അതും നിലവിൽ 2 വണ്ടി തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അഡ്വാൻസ് ആയ വണ്ടികളാണ്. ഓക്കെ, അതും നല്ല റെഡ് കളർ. അത് ഫ്ലാഷ് റെഡ് ആണ്. എൻക്വയറിയുള്ള വണ്ടിയാണ് ഇത്. 2019 മോഡൽ 1 ലിറ്റർ MPI ആണ് വണ്ടി. പെട്രോൾ എഞ്ചിനാണ്. അതെ, ഹൈലൈൻ പ്ലസ്, ഏറ്റവും ടോപ്പ് എൻഡ് ഹൈലൈൻ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഇരിക്കുന്നത്. 78,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ കൊടുത്ത വണ്ടി തന്നെയാണ്. അപ്പോൾ അവരിപ്പോൾ ഒരു ചെറിയൊരു ഫിനാൻഷ്യൽ ആയിട്ട് വെറുതെ യൂസ് ചെയ്യാനും ആളില്ല. അപ്പോൾ വെറുതെ EMI കൊണ്ടുണ്ടല്ലോ, അപ്പോൾ നമ്മളെ പിന്നെ തിരിച്ചേൽപ്പിച്ചതാണ്. ഇല്ല, മേജർ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് ആയിട്ട് സർവീസ് പോയിട്ടുള്ള വണ്ടിയാണ്. ഇപ്പോൾ 78,000 കിലോമീറ്റർ ഓടിയിൽ നിന്നുള്ളൂ. പെട്രോൾ വണ്ടി ആയതുകൊണ്ട് നമുക്ക് വലിയ മേജർ ആയിട്ടുള്ള കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും വരാനില്ല. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 7,40,000 രൂപയാണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി നമുക്ക് കൊടുക്കാം. 6.25 ലക്ഷം രൂപ. സെക്കൻഡ് ഓണർ. 7,40,000 ചോദിക്കുന്നത്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ നല്ലൊരു റെഡ് കളർ പോളോ ഇവിടെ അവൈലബിൾ ആണ്. അതെ, നേരെ കോണ്ടാക്ട് ചെയ്തോളാം. പെട്രോൾ ആണ്. ഓക്കെ, അടുത്ത നമ്മളൊരു മഹീന്ദ്രയിലേക്ക് വന്നില്ലേ? അതെ, ഇത് മഹീന്ദ്രയിൽ മറാസോ ആണ്. BS6 ഡീസലാണ്. അതെ, ഇനിയിപ്പോ പെട്ടെന്ന് നിർത്തിപ്പോകുന്ന വരുന്നത് BS6 ആണ്. മാക്സിമം പൊല്യൂഷൻ കുറഞ്ഞിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഇറങ്ങിയ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. M6+ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. മോഡൽ ഏതാ? 2021 M6+ ഉള്ളൂ. അതിന് മുന്നേ M8 ഉണ്ടായിരുന്നു. അത് ആ M8-നെയാണ് ഇപ്പൊ M6+ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഓണർഷിപ്പ് എങ്ങനെയാ? സിംഗിൾ ഓണർഷിപ്പ്. 20,40,000 രൂപ ഓൺറോഡ് വില വരുന്ന വണ്ടിയാണ്. നമ്മൾ ഏകദേശം നേർപകുതിയോട് അടുപ്പിച്ചുള്ള റേറ്റിനാണ് കൊടുക്കുന്നത്. കിലോമീറ്റർ 58,000 കിലോമീറ്റർ, 56,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. A to Z കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക സർവീസ് ഹിസ്റ്ററി നമ്മളിലുണ്ട്. ഓക്കെ, അപ്പൊ നല്ലൊരു ഡീസൽ വണ്ടി. ഇനി ആസ്കിംഗ് പ്രൈസ് ഈ നമ്മൾ ചോദിക്കുന്നത് 11,65. 2021 വണ്ടി 11,65,000 നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന 7 സീറ്റർ വണ്ടിയാണ്. സെന്റർ സീറ്റ് ഒക്കെ ബക്കറ്റ് സീറ്റ് ആണ്. ഈ ഒരു റേറ്റിന് എവിടെയെങ്കിലും കിട്ടുമെന്നും കൂടി നമുക്ക് അന്വേഷിച്ചാൽ അറിയാം. ഈ ഒരു റേറ്റിന് എവിടെ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. M6+ കിലോമീറ്ററിൽ ക്ലെയിം ഇല്ലാത്ത വണ്ടി കിട്ടാൻ ലേശം കുറവാണ്. ടാക്സി ഒക്കെ കിട്ടാനുണ്ട് കേട്ടോ. മനസ്സിലായി. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ലോൺ ഏകദേശം എത്ര കയറും? ഇതൊക്കെ നമുക്ക് ഏകദേശം ഫുൾ ലോൺ ലെവലിൽ കയറുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. റെനോൾഡ് വണ്ടി അല്ലേ? ഇത് റെനോ ട്രൈബർ 2022 ഡിസംബർ വണ്ടിയാണ്. 7 സീറ്റർ ഡ്യുവൽ ടോണിൽ വരുന്ന ഓട്ടോമാറ്റിക് പെട്രോൾ എഞ്ചിൻ. ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്. അതെ. 16,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 2022 ഡിസംബറിലാണ് വണ്ടി ഇറങ്ങിയിരിക്കുന്നത്, ഡെലിവറി എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് വണ്ടി എന്ന് പറയാം. അവരെ എടുത്തില് 16,000 കിലോമീറ്റർ ഓടിയ ലോ കിലോമീറ്റർ നല്ല ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു വണ്ടി. അതെ. ഓക്കെ, നമ്മള് ആക്സസറീസ് ആയിട്ട് എന്തെങ്കിലും അഡീഷണൽ ചെയ്തിട്ടുണ്ടോ? അഡീഷണൽ ആക്സസറീസ് ഇല്ല. ചെറിയ ഈ ക്രോമിന്റെ ഫിറ്റിംഗ്സും ഡോർ വൈസറും കാര്യങ്ങളും മാത്രം തന്നെ ഉള്ളൂ. സീറ്റ് കവറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണുള്ളത്. ഡ്യുവൽ സ്റ്റിച്ച്ഡ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ഡ്യുവൽ കളറിൽ വരുന്ന ഇന്റീരിയറും ആണ്. പുറത്തും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്.
അത് ഡ്യുവൽ ടോൺ കമ്പനി ഡ്യുവൽ ടോൺ ആണ്, നീ ചെയ്തതൊന്നല്ല, ഫൈനോ കാര്യങ്ങളോ വരാനില്ല. സിംഗിൾ ഓണർ. ഫ്രഷിൽ വരുമ്പോൾ 10,40,000 രൂപയാണ് റേറ്റ് വരുന്നത്. ഇപ്പൊ ഓണൊക്കെ ആയിട്ട് ഒരു 10,40,000 രൂപ എന്തായാലും ഡിസ്കൗണ്ട് ഉണ്ടാവും. 10 ലക്ഷം രൂപ ഓൺ റോഡ് ഇപ്പൊ നിലവിൽ വരുന്ന വണ്ടി നമ്മൾ ചോദിക്കുന്നത് 7,20,000 രൂപയാണ്. 7 രൂപ. അപ്പൊ അത്രയും നല്ലൊരു ഡിപ്രിസിയേഷൻ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ഫുൾ ലോൺ അടുപ്പിച്ച് ലോൺ കിട്ടുന്ന ഒരു വണ്ടി. നല്ലൊരു 7 സീറ്ററും കൂടിയാണ്, വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു വണ്ടി. ഒരു കുഞ്ഞ് 7 സീറ്റർ എന്നുള്ള കൺസിഡറേഷനിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. ഓക്കെ, അങ്ങനെ അടുത്തത് നമ്മളൊരു സുസുക്കി ഡിസയറിലേക്ക്. അതെ കേട്ടോ, ഇത് 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഡിസയർ VXI പെട്രോൾ ആണ്. VXI പെട്രോൾ മാനുവൽ വണ്ടി. സിംഗിൾ ഓണർ, 45,000 കിലോമീറ്റർ ഓടിയ, കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി. ഇപ്പൊ 42,000 സർവീസ് കഴിഞ്ഞേ ഉള്ളൂ. മറ്റ് റീപ്ലേസ്മെന്റ്, മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളില്ല. ഫ്രണ്ട് ബമ്പർ മാത്രം മൈനർ ആയിട്ടുള്ള ആക്സിഡന്റ് ഹിസ്റ്ററിയിലുണ്ട്. ബമ്പറേ ഉള്ളൂ, ഉള്ളോട്ടേക്ക് ഇല്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ടെൻഷൻ വേണ്ട. മറ്റ് മേജർ ആയിട്ടുള്ള എക്സ്പെൻസസോ കാര്യങ്ങളൊന്നും വരാത്ത ടയേഴ്സ് എല്ലാം ഒരു 80% ടയർ. പിന്നെ ഇൻഷുറൻസ് മാരുതിന്റെ തന്നെ ഇൻഷുറൻസ് ആണ്. നവംബർ മാസം വരെ ഇൻഷുറൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും പെട്ടെന്ന് ചടിക്കറി ചിലവുകളൊന്നുമില്ല. സർവീസ് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഈ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എങ്ങനെയാ ആസ്കിംഗ് പ്രൈസിലേക്ക് വരുമ്പോ 6,15 നമ്മൾ ചോദിക്കുന്നത്. അത് നമുക്ക് ചെറിയൊരു നെഗോസിയേഷനും കൂടി ചെയ്ത് കൊടുക്കാം. ലോൺ അത്യാവശ്യം നമുക്കൊരു 5.25 എന്തായാലും ഗ്യാരണ്ടി ലോൺ കിട്ടും. 5.5 വരെ നമുക്ക് ശ്രമിക്കാം. ഓക്കെ. അപ്പൊ നല്ലൊരു സ്വിഫ്റ്റ് ഡിസയർ സെഡാനിൽ വരുന്ന നല്ലൊരു വണ്ടി കൂടിയാണ്. അതെ, അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട്. നല്ല മൈലേജ് കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോ അടുത്തത് ഒരു ടാറ്റ. അതെ, ടിയാഗോ. ഇത് ടിയാഗോ XZ A+ ആണ്. ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക്. 2026 8ാം മാസം വരെ, ജൂലൈ മാസം വരെ എക്സ്റ്റൻഡഡ് വാറന്റി എടുത്ത വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ആണ് ഇപ്പൊ വണ്ടി ഓടിയിട്ടുള്ളത്. 58,000 ഇപ്പൊ സർവീസ് കഴിഞ്ഞു. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ, കിലോമീറ്റർ വൈസ് കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ. എല്ലാ 7,500 കിലോമീറ്ററിലും കമ്പനി സർവീസ് ഉണ്ട്. എക്സ്റ്റൻഡഡ് വാറന്റി ഉണ്ടല്ലോ. അതെ, കറക്റ്റ് ആയിട്ട് സർവീസ് ഉള്ള വണ്ടിക്ക് വാറന്റി ഉണ്ടാവുള്ളൂ. അപ്പം ആ ഭാഗത്തേക്കൊന്നും കാണണ്ട. ടയേഴ്സും കാര്യങ്ങളെല്ലാം ഫുൾ ടയേഴ്സ് ആണ്. സിയറ്റിലെ ടയേഴ്സ് വരുന്നുണ്ട്. വേറെ ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ല. മേജർ ആക്സിഡന്റ് ക്ലെയിമുകൾ കാര്യങ്ങളൊന്നും ഇല്ല. ഇതും അത്യാവശ്യം ഒരു 85-90% വരെ ലോൺ കിട്ടുന്ന ടൈപ്പിലുള്ള വണ്ടികളാണ്. ഡ്യുവൽ ടോൺ ആണ്. റെഡ് ആൻഡ് ബ്ലാക്ക് ഡ്യുവൽ ടോൺ വരുന്ന കളറും പിന്നെ ഒരു അട്രാക്റ്റീവ് ആണ്. ഓക്കെ, എങ്ങനെ ആസ്കിംഗ് പ്രൈസ് വരുമ്പോ ഇത് നമ്മൾ 6.35 ആണ് ചോദിക്കുന്നത്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി നമുക്ക് കൊടുക്കാം. അതിൽ മാക്സിമം ലോൺ കിട്ടും. 5.5 വരെ എന്തായാലും ഗ്യാരണ്ടി ലോൺ വാങ്ങി കൊടുക്കും. പിന്നെ വാറന്റിന്റെ നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം എക്സ്റ്റൻഡ് വാറന്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ടാറ്റ തന്നെയാണ്. നമുക്കിപ്പോ 5 വർഷമൊക്കെ വാറന്റി കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. എപ്പോഴാണ് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നിട്ട് സമാധാനത്തിൽ വണ്ടി കൊണ്ടുപോകും. ഞാൻ യൂസ് ചെയ്യുന്ന അമേസാണ് ഡീസൽ. അതിപ്പോ ഒരു AC ഒരു കംപ്ലൈന്റ് വന്ന് കംപ്രസറും കണ്ടൻസറും ഒക്കെ അവർ ഫ്രീ ഓഫ് കോസ്റ്റ് മാറി തന്നു. അതിപ്പോ ഹമേസിന്റെ ഒറിജിനൽ സാധനത്തിന് 56,000 രൂപ വരും ഈ കംപ്രസറും കണ്ടൻസറും മാറുമ്പോൾ അല്ലാത്ത ബില്ലിൽ. അപ്പോൾ അത്രയും കാശ് എനിക്ക് ലേബർ കോസ്റ്റ് ഇല്ലാതെ വന്നു. കാരണം മാരുതിക്കൊക്കെ ആണെങ്കിലും സർവീസ് കോസ്റ്റ് കുറവാന്ന് പറയെങ്കിലും ഈ പാർട്ട് കോസ്റ്റ് വരുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റിനും ഉണ്ട്, എല്ലാ ബ്രാൻഡിനും ഉണ്ട്. അപ്പം ഇങ്ങനെ വാറന്റി ഉണ്ടാവും. നമുക്ക് കയ്യും കെട്ടി നോക്കിയിരുന്നാൽ വണ്ടി കൊണ്ട് തരും. അവർ വാഷ് ചെയ്ത് കൈ തരും. അതന്നെയാണ്. കാരണം വാറന്റി കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ സർവീസും സർവീസ് പക്ക പ്രോപ്പർ സർവീസ് ആവണം. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടികൾ തപ്പിയെടുക്കുന്നത്. ഒരു കസ്റ്റമർക്ക് പിന്നീട് ഭാവിയിൽ ഇത് ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അവർക്കൊരു മനസ്സിനൊരു ഇതുണ്ടാവും. അങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ എടുക്കാറില്ല. ഓക്കെ, നല്ല കാര്യം. ഓക്കെ, അപ്പൊ നല്ലൊരു ടാറ്റ ടിയാഗോ വിത്ത് വാറന്റിയാണ്. 5 വർഷത്തെ വാറന്റിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വെൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. അപ്പൊ നേരെ കോൺടാക്ട് ചെയ്തോളാം. അടുത്ത വണ്ടി നോക്കാം. ഓക്കെ, അങ്ങനെ അടുത്തത് നമ്മൾ ടൊയോട്ടയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളെ വീഡിയോയിലെ ഫസ്റ്റത്തെ ടൊയോട്ടയാണ്. ഏതാണ് ഇത്? ടൊയോട്ട ഗ്ലാൻസയാണ്. ഗ്ലാൻസയിൽ G ഓപ്ഷൻ ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ്. മാനുവൽ വണ്ടിയാണ്. പെട്രോളിൽ മാനുവൽ ഗ്ലാൻസ G വേരിയന്റ്. ന്യൂ ഷേപ്പ് ആണ് 2022 തന്നെ. പഴയ ഷേപ്പും പുതിയ ഷേപ്പും ഉണ്ട്. അപ്പൊ പുതിയ ഷേപ്പാണ്. അതെ, അത്യാവശ്യം മൈലേജും കൂടി കുറച്ചും കൂടി അപ്പായിട്ടുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാ. 48,000 കിലോമീറ്ററിന്റെ ഉള്ളിലെ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതുവരെയുള്ള സർവീസ് ഫുള്ള് കമ്പനിയിലാണ്. ഇതിൽ 2 ഡോർ ക്ലെയിം ഉണ്ട്. ലെഫ്റ്റ് സൈഡ് 2 ഡോർ റീപ്ലേസ്മെന്റ് ഉണ്ട്. അതെ, ലെഫ്റ്റ് സൈഡ് ഫ്രണ്ടും ബാക്കും. അതെ, 2 ഡോറും റീപ്ലേസ് ആണ്. അതല്ലാതെ മറ്റ് ക്ലെയിമുകളില്ല. ഈ ക്ലെയിം ഉള്ളതാണ്. അത് വണ്ടി കീറിപ്പോയതാണ് ഡോർ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു കമ്പനി തന്നെ B2B മാറിയതാണ്. നിലവിൽ ഇപ്പൊ B2B ഇൻഷുറൻസ് ആണ് ഉള്ളത്. അത് വരുന്ന വർഷം വരെ ബമ്പർ ഇൻഷുറൻസ് കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ റിക്കവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്.
ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 8,15,000 രൂപയാണ്. 8,10. അതെ, 8,15 ചോദിക്കുന്നത്. 8,15 മാറ്റം കൂടി വരുത്തി ചെയ്യുക. അതിലൊരു 7.5 ലക്ഷം രൂപ വരെ ലോൺ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഏകദേശം നല്ല മൈലേജ് 60-65 ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി. നിലവിൽ മാർക്കറ്റ് 8.60 മുതൽ 8.75 വരെ മാർക്കറ്റ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, നമ്മൾ മാക്സിമം കുറച്ച് ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ ചെയ്തതാണ്. ഓക്കെ, അപ്പൊ നല്ലൊരു ടൊയോട്ട ഗ്ലാൻസിംഗ് കൂടി അവൈലബിൾ ആണ്. ഈ വണ്ടിക്ക് 2026 വരെ വാറണ്ടി ഉണ്ട്. ഇതിനുണ്ട് അല്ലേ? ഇതിന് 2026 വരെ വാറണ്ടി ഉണ്ട്. എന്തുണ്ടെങ്കിലും നമുക്ക് കമ്പനി കൊണ്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ വാറണ്ടിയും കൂടിയുള്ള മോഡലാണ്. അടുത്ത വണ്ടി നോക്കാം. അടുത്ത നമ്മള് മറ്റൊരു ടാറ്റ വെഹിക്കിള് വന്നിരിക്കുന്നത് ടാറ്റ നെക്സോൺ. അതെ, ഏതാ മോഡല്? ഇത് 2019 മോഡല് ടാറ്റ നെക്സോൺ ആണ്. 11 മാസം വണ്ടിയാണ്. BS4 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ ഓടിയ നെക്സോണിലെ XM വേരിയന്റ് ആണ്. 4 രണ്ടാമത്തെ വേരിയന്റ്. XC, XM, XT, XZ ആ സമയത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൽ XM വേരിയന്റ് ആണ്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, എയർ ബാഗ് എല്ലാ കാര്യങ്ങളും വരും. സ്റ്റിയറിംഗ് കൺട്രോൾ വരും. അലോയ്സ് വരില്ല. പിന്നെ ബാക്ക് വൈപ്പർ, അങ്ങനത്തെ കുറച്ച് ഇൻഫോർടൈൻമെന്റ് കമ്പനി വരും. ടച്ച് വരില്ല, ടച്ച് വരില്ല, അത്രേ ഉള്ളൂ. അതും ഹർമാന്റെ സ്റ്റീരിയോ തന്നെയാണ്. നല്ല അത്യാവശ്യം അടിപൊളി പെർഫോമൻസ് ആണ്. സ്പീക്കേഴ്സ് ആയാലും അറിയാലോ. കിലോമീറ്റർ വന്നിട്ടുള്ള 60,000 കിലോമീറ്റർ ആണ്. ഇതുവരെയുള്ള സർവീസ് എല്ലാം കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കമ്പനി പോയിട്ട്. സിംഗിൾ ഓണർഷിപ്പ്. ഈ വണ്ടി ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. നമ്മൾ 5,70,75,000 രൂപയാണ് ചോദിക്കുന്നത്. മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടിയാണ്. അപ്പം ഫുൾ ലോൺ കാറ്റഗറിയിൽ വരുന്ന നമ്മൾ ഓൾറെഡി 2 കസ്റ്റമേഴ്സിന് ലോൺ കാണിച്ചായിരുന്നു. അവർക്ക് സിബിൽ ഹിസ്റ്ററി ഉണ്ട്, കിട്ടാതെ പ്രൊഫൈൽ അത്യാവശ്യം നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഫുൾ ലോൺ കിട്ടുന്ന നല്ലൊരു വണ്ടി കൂടിയാണ്. ടാറ്റ നെക്സോൺ ആണ് വന്നിരിക്കുന്നത്. 2019 മോഡൽ. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടി. 5 സ്റ്റാർ റേറ്റിംഗും കൂടി ഉള്ളതാണ്. ഓക്കെ, അടുത്ത നമ്മള് സ്കോഡയിലേക്ക് വന്നിരിക്കുകയാണ്. വന്നിരിക്കുന്നത് സ്കോഡ സ്ലാവിയ. ഇത് 2022 മോഡല്, 4 മാസം രജിസ്റ്റർ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 22 മാനുഫാക്ചർ ഉള്ള വണ്ടിയാണ്. ഫാൻസി നമ്പറിൽ 3443 ഫാൻസി നമ്പറിൽ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. അംബിഷൻ ഓട്ടോമാറ്റിക് ആണ്. 1 ലിറ്റർ. അംബിഷൻ എന്ന് പറയുമ്പോൾ പക്ക ഇപ്പോൾ നമ്മുടെ ഹൈലൈൻ എന്ന് പറയുന്ന പോലെ മിഡിൽ ഓപ്ഷൻ. കാരണം വിർച്ചസിന് ഹൈലൈൻ എന്ന് പറയും, സ്ലാവിക്ക് വരുമ്പോൾ അംബിഷൻ എന്ന് പറയും. ചെറിയ ഡിഫറൻസ്. സിംഗിൾ ഓണർഷിപ്പ് 40,000 കിലോമീറ്റർ ഓടിയ 0 ക്ലെയിമിലുള്ള വണ്ടിയാണ്. പക്ക 0 ക്ലെയിം. നമ്മുടെ അടുത്ത് ഫുൾ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഇതും വാറണ്ടി 2026 4 മാസം വരെ എക്സ്റ്റൻഡ് വാറണ്ടി, കമ്പനി വാറണ്ടി ഉള്ളതാണ്. നമുക്ക് പിന്നെ ഒരു 3 ഇയർ എക്സ്റ്റൻഡ് വാറണ്ടി ചെയ്യാം. ഒരു പക്ക സെഡാൻ സേഫ്റ്റി സൈഡ് നോക്കുന്ന സെഡാൻ നോക്കുന്ന കസ്റ്റമേഴ്സിന് ഇതിനും സെയിം റേറ്റാ. കുഷാക്കിനും സ്ലാവിക്കും സെയിം റേറ്റ് ആണ്. വിർച്ചസിനും ടൈഗോണിനും സെയിം റേറ്റ് ആണ്. റേറ്റിൽ ഒരു മാറ്റവും ഇല്ല. അത്യാവശ്യം നല്ല ന്യൂ കാർ എടുക്കുന്ന കസ്റ്റമേഴ്സിന് അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുന്ന ആൾക്കാർക്ക് യൂസിലേക്ക് താല്പര്യം ഉണ്ടെന്നാണ്. ബെസ്റ്റ് വണ്ടിയാണ്. ഓൺ റോഡ് റേറ്റിന് മുകളിൽ നിന്ന് 5.5 ലക്ഷം രൂപ കുറച്ചിട്ട് ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. 13,20 നമ്മൾ ചോദിക്കുന്നുള്ളൂ. ചെറിയൊരു മാറ്റം കൂടി എഴുതി കൊടുക്കാം. 18 മുകളിൽ ഓൺ റോഡ് റേറ്റ് വരുന്നുണ്ട്. സ്കോഡ സ്ലാവിയ നോക്കുന്നവർക്ക് നല്ല അടിപൊളി വണ്ടി ഉണ്ട് ഇവിടെ അവൈലബിൾ ആയിട്ടാണ്. മാക്സിമം ലോണും കിട്ടും. പക്ക സർവീസ്ഡ് ആയിട്ടുള്ള വണ്ടി. എല്ലാ സർവീസും പ്രോപ്പർ സർവീസ് കമ്പനി സർവീസിലുണ്ട്. ഓക്കെ, അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്തോളാം. അടുത്ത നമ്മൾ വന്നിരിക്കുന്നത് വോക്സ്വാഗൻ തന്നെയാണ്. ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ടൈഗൺ ആണ്. ഇത് 2022 മോഡല്. ടോപ്പ് ലൈൻ ഏറ്റവും ടോപ്പ് എൻഡ് 1 ലിറ്റർ ഓട്ടോമാറ്റിക് ആണ്. ടർബോ ഓട്ടോമാറ്റിക് ആണ്. ഫാൻസി നമ്പർ. ഇതും ഫാൻസി നമ്പർ. KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്. 1616 ഫാൻസി നമ്പറാണ്. ഗ്രേ കളറിൽ മേജർ ആക്സിഡന്റ് ക്ലെയിമുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്ത് പോയ വണ്ടിയാണ്. 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പക്ക 45,000 ലാസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള പ്രോപ്പർ സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടി. 2026 വരെ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്. നോർമൽ വാറണ്ടി ഉണ്ട്. എങ്ങനെ പാസ്കിംഗ് പ്രൈസിലേക്ക് വരുമ്പോൾ ഓൺ റോഡ് ഇപ്പം ഓഫറിൽ നിൽക്കുന്ന വേരിയന്റിൽ 2 വണ്ടികളാണ്. 1.5 ടോപ്പ് ലൈനും 1 ലിറ്റർ ടോപ്പ് ലൈനും ആണ് കുറഞ്ഞ ഷോറൂമുകളിൽ ബാക്കി സ്റ്റോക്ക് ഉള്ളത്. അതാണ് ഈ നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്ന 3 ലാക്ക് വരെ അപ് ടു 3 ലാക്ക് വരെ ഓഫർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അത് ഓൺ റോഡ് ശരിക്കും പറഞ്ഞാൽ റേറ്റ് 22 രൂപയുടെ അടുപ്പിച്ച് റേറ്റ് വരുന്നുണ്ട്. അതിൽ നമ്മൾ ഈ ഓഫറൊക്കെ കഴിഞ്ഞിട്ടാണ് 19 രൂപയുടെ ലെവലിൽ നമുക്ക് വണ്ടി കിട്ടുന്നത് തന്നെ. പക്ഷേ അത് വളരെ ലിമിറ്റഡ് ആയിട്ട് സ്റ്റോക്ക് ഉള്ളൂ. എങ്കിൽ പോലും നമ്മൾ ചോദിക്കുന്ന റേറ്റുമായിട്ട് നോക്കുകയാണെങ്കിൽ അപ്പോഴും നല്ല ഡിഫറൻസ് ഉണ്ട്. 14,90 നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നുള്ളൂ. അത് നല്ലൊരു ഡിഫറൻസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ. ടൈഗണൊക്കെ നോക്കുന്നുണ്ട്, നേരെ വന്നോളൂ. 5 സ്റ്റാർ NCAP റേറ്റിംഗ് ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാറും കൂടി കിട്ടിയ വെഹിക്കിളും കൂടിയാണ്. സേഫ്റ്റി ആണെങ്കിൽ സേഫ്റ്റിയും ഉണ്ട്. പക്കാ ജർമ്മൻ കാറാണ്. അതെ, ധൈര്യമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാം. ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. അടുത്ത വന്നിരിക്കുന്നത് കിയയുടെ സെൽറ്റോസ് ആണ്. സെൽറ്റോസ് 2019 ലോഞ്ചിങ് വെഹിക്കിൾ. 19 ലോഞ്ച് വരുന്നത്. ലോഞ്ചിങ് സെറ്റിൽ വരുന്ന വണ്ടിയാണ്. 2019 ലാസ്റ്റ് വണ്ടി. 20 ജനുവരിയിൽ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്.
2020 ഫസ്റ്റ് ജനുവരി രജിസ്ട്രേഷൻ വരുന്ന പെട്രോൾ HTX വേരിയന്റ് ആണ്. HTX. അതെ, ഏറ്റവും ടോപ്പിന്റെ താഴെ GT ലൈൻ ആയിരുന്നു ടോപ്പ് എൻഡ്, HTX ആണ് താഴേക്ക് വരുന്നത്. പെട്രോൾ മാനുവൽ പെട്രോളിൽ 1.5 എഞ്ചിൻ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. വളരെ ലോ കിലോമീറ്റർ ആണ്, 30,000 കിലോമീറ്റർ ഈ വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളൂ. ടോട്ടൽ പറഞ്ഞാൽ 4 വർഷം കൊണ്ട് 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു SUV കാറ്റഗറിയിൽ നോക്കുമ്പോൾ ലോ കിലോമീറ്റർ എത്തുന്ന കസ്റ്റമേഴ്സ് പറ്റിയ വണ്ടിയാണ്. അതിൽ 2019 സൺറൂഫ് വന്നിട്ടുണ്ടായില്ല. അത് GTX-ലും സൺറൂഫ് വന്നിട്ടില്ല. നമ്മുടെ അടുത്തൊരു GTX ഉണ്ട്, നമുക്ക് കാണിക്കാം. പക്ഷേ HTX-ലും GTX-ലും ഒന്നും സൺറൂഫ് വന്നില്ല. ഇപ്പം 20 ഒരു പകുതിക്ക് ശേഷം സൺറൂഫ് ആഡായി. അതെ, പിന്നെ വേറെ റീപ്ലേസ്മെന്റ് ഇല്ല. ബമ്പർ ഒരു ഹെഡ്ലൈറ്റും അല്ലാതെ, ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ഒരു ഹെഡ്ലൈറ്റും ഫ്രണ്ട് ബമ്പറും അല്ലാതെ മേജർ ബോണറ്റ്, ഗ്ലാസ്, ഡോറ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. കറക്റ്റ് ആയിട്ട് സർവീസും ചെയ്തു പോയിട്ടുണ്ട്. അത്യാവശ്യം അതെ, ഒരു 70% വരെ ടയേഴ്സ് ഉണ്ട്. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 11,20,000 രൂപയാണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി കൊടുക്കാം. 10 ലക്ഷം കൺഫേം ലോൺ വാങ്ങി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ലൊരു കിയയുടെ സെൽറ്റോസ് അവൈലബിൾ ആണ്. നേരെ കോൺടാക്ട് ചെയ്തോളൂ. അത് നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത ഡ്യുവൽ ടോൺ ആണ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡ്യുവൽ ടോൺ ആണ് വന്നിരിക്കുന്നത്. അടുത്ത വണ്ടി നോക്കാം. അടുത്ത മറ്റൊരു വോക്സ്വാഗന്റെ ടൈഗോൺ. അതെ, ഇതും 1 ലിറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെയാണ്, ടർബോ ഓട്ടോമാറ്റിക് തന്നെയാണ്. ഹൈലൈൻ ആണ്. നേരത്തെ നമ്മൾ കണ്ട ടോപ്പ് ലൈൻ ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആയിരുന്നു. ഇത് മിഡ് ഓപ്ഷൻ, അതിന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ്. ഹൈലൈൻ ഓട്ടോമാറ്റിക് ആണ്. 2023 6 മാസം വണ്ടിയാണ്. 2027 വരെ നോർമൽ കമ്പനി വാറണ്ടി വരുന്ന 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. അതെ, 0 ക്ലെയിമിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഒരു ക്ലെയിമും ഇതുവരെ ഇല്ല. പക്ക ബമ്പർ ടു ബമ്പർ, ഫ്രണ്ട് ടു ബാക്ക് പക്ക ഒറിജിനൽ പെയിന്റിൽ നിൽക്കുന്ന വണ്ടി. അതെ അതെ അതെ, മോഡലുള്ള വണ്ടികളാണ്. സിംഗിൾ ഓണർഷിപ്പ് 19,000 കിലോമീറ്ററോടെ KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. കറക്റ്റായിട്ട് സർവീസ് ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത 0 ക്ലെയിം വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 15,20,000 രൂപയാണ്. ഇതിന് ഏകദേശം 18,70,000 രൂപ, 18,70 ഓൺ റോഡ് റേറ്റ് ഉണ്ട് ഓഫർ കഴിഞ്ഞിട്ട്. ഇപ്പം ഹൈലൈനിലൊന്നും ഓഫർ ഇല്ല, ഏറ്റവും ടോപ്പ് ലൈനിൽ പറയാൻ കാരണം എന്താ വെച്ചാൽ വീഡിയോസിലൊക്കെ പറയും പ്രൈസ് കൂടുതലാന്നൊക്കെ. അതെ, അത് ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മൾ ഓൺ റോഡ് റേറ്റിലാണ് പറയണ്ടേ. നമുക്ക് എക്സ് ഷോറൂം റേറ്റ് നമുക്ക് ഈ നെറ്റിലൊക്കെ കാണുന്ന വെച്ചാൽ അധിക കസ്റ്റമേഴ്സും പറയുന്നത് എക്സ് ഷോറൂം റേറ്റിലല്ല വണ്ടി ഇറങ്ങുന്നത്. ഓൺ റോഡ് റേറ്റ്, ടാക്സും ഇൻഷുറൻസും കാര്യങ്ങളും അടക്കം എല്ലാ പേപ്പറിലാണ് വണ്ടി ഇറങ്ങുന്നത്. ഏത് വീഡിയോ ചെയ്താലും നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു കമന്റ് എങ്കിലും വരും ഒരു പ്രൈസ് കൂടി. അതെന്താ വെച്ചാൽ അത് ചെറിയൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. അപ്പൊ ഇത് നമ്മള് പുതിയ, അതായത് ഓൺ റോഡിലേക്ക് ഇറങ്ങുന്ന റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. ഒരു വർഷം കൊണ്ട് നമുക്ക് ഒരു 3.5 ലക്ഷം രൂപയുടെ മുകളിൽ ഡിഫറൻസ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. പക്ക 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വണ്ടി, ജർമ്മൻ. വീണ്ടും അതെ, ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ കിട്ടിയ വണ്ടിയാണ്. ബിൽഡ് ക്വാളിറ്റിയാണ്, നല്ല വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, വേറെ നമുക്ക് വോക്സ്വാഗനിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ? വോക്സ്വാഗനിൽ നമുക്ക് പോളോ GT കാണിക്കാനുണ്ട്. അതെ, 2021 ഏറ്റവും കൂടുതൽ എൻക്വയറി നിൽക്കുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് കാണിക്കാനുണ്ട്. അടുത്ത് വീണ്ടും കിയന്റെ സെൽറ്റോസിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് പക്ക GT ലൈൻ ആണ്. അതെ, ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ GT ലൈൻ ആണ്. 7 സ്പീഡ് DCT ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇത് 2019 മോഡൽ. ഇതും ലോഞ്ചിങ്ങിൽ വന്ന ഫസ്റ്റ് എഡിഷൻ വണ്ടികളിൽ ഒന്നാണ്. ഇത് 62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. അതെ, ഫാൻസി നമ്പറാണ്, 6677 നമ്പർ വരുന്നത്. മേജർ ആക്സിഡന്റ് ക്ലെയിമുകളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അതിൽ എല്ലാ ഇല്ല, GT ലൈനിന് എല്ലാ ഫീച്ചേഴ്സും വരും. സീറ്റ് വെന്റിലേഷനും എല്ലാം വരും. സൺറൂഫിന്റെ ഒരു കുറവ് മാത്രമാണ് നേരത്തെ HTX-നും ഉണ്ടായില്ല. പിന്നെ ഡയമണ്ട് കട്ട് അലോയ്സും കാര്യങ്ങളും എല്ലാം വരുന്നത്. 17 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ്സ് വരുന്നുണ്ട്, സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്, എല്ലാ ഫീച്ചേഴ്സും. 7 സ്പീഡ് DCT ഗിയർ ബോക്സ് GT ലൈനിൽ മാത്രമേ ഉള്ളൂ. മറ്റേനൊക്കെ വരുന്ന IVT ആണ്. അതെ, DCT വരുന്നത് GT ലൈനിൽ മാത്രമാണ്. ഈ വണ്ടി നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ റേറ്റാണ് ചോദിക്കുന്നത്. ഓട്ടോമാറ്റിക് വണ്ടിക്ക് ചോദിക്കുന്നതിൽ ഏറ്റവും മാർക്കറ്റ് റേറ്റിൽ കുറഞ്ഞ റേറ്റാണ് 13,65 നമ്മൾ ചോദിക്കുന്നുള്ളൂ. അതെ, നിലവിൽ 13.5 ലക്ഷം രൂപ മാനുവൽ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. 15, 14.5, 14.75, 14.15 ആവാതെ താഴേക്ക് വണ്ടിയില്ല. കസ്റ്റമർ തന്നെ, നോർമൽ കസ്റ്റമേഴ്സ് തന്നെ 14.5 ലെവലൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മൾ 13.65 ചോദിക്കുന്നുള്ളൂ. ചെറിയൊരു മാറ്റം കൂടി വരുത്തി നമുക്ക് കൊടുക്കാം. ഇതിലും ഒരു 90-95% ലോൺ വാങ്ങി കൊടുക്കാൻ പറ്റും. നല്ല ഡിപ്രീസിയേഷനിലാണ്. നല്ലൊരു സെൽറ്റോസ് GT ലൈൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത്രയും നല്ല ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു റേറ്റിന് എവിടെയും നല്ല ഓട്ടോമാറ്റിക് കിട്ടില്ല. നേരെ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ, അടുത്തോണ്ടി നോക്കാം. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ വോക്സ്വാഗൻ പോളോ GT വന്നിരിക്കുകയാണ്. ഏതാണ് മോഡല്? ഇത് 2021 മോഡലാണ്. BS6 വരുന്ന 1 ലിറ്റർ ടെർബോ ഓട്ടോമാറ്റിക് ആണ്.
ടോർക്ക് കൺവേർട്ടർ ആണ് ഗിയർ ബോക്സ് വരുന്നത്. ഓക്കെ DSG ഗിയർ ബോക്സ് അല്ല, ടോർക്ക് കൺവേർട്ടർ ആണ് 21 വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 59,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 59. ആ സിംഗിൾ ഓണർഷിപ്പ് ആണ്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇതിൽ ഒരു ഡോർ റീപ്ലേസ്മെന്റ്, ഒറ്റ ഡോർ റീപ്ലേസ്മെന്റ്. ബാക്ക് സൈഡ് ലെഫ്റ്റ് ഡോർ ആണ് റീപ്ലേസ്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ആകെ ഈ ഒറ്റൊരു ക്ലെയിമേ വണ്ടിയിലുള്ളൂ. ഇതിന്റെയും ഫുൾ ഹിസ്റ്ററി നമ്മളിലുണ്ട്. അപ്പം ഇതിപ്പം കമ്പനി പോയി സർവീസ് കഴിഞ്ഞു. ഇപ്പൊ സർവീസ് കഴിഞ്ഞു കൊണ്ടുവന്നു. 60,000 സർവീസ് ഇപ്പൊ കഴിഞ്ഞു കൊണ്ടുവന്നിട്ടുള്ളൂ. ഇനി കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞിട്ട് സർവീസിനെ പറ്റി ചിന്തിച്ചാൽ മതി. പിന്നെ വാറണ്ടി ഉണ്ട്. 2025 8 മാസം വരെ നോർമൽ വാറണ്ടി നിൽക്കുന്നുണ്ട്. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ്. 10,90,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. നിലവിൽ 11ന്റെ മേത്തിലേക്ക് അല്ലാതെ, അതായത് 11.5, 11.75 ലെവലൊക്കെയാണ് ചോദിക്കുന്നത്. അതെ അതെ അതെ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ വണ്ടിക്ക് ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള ആൾക്കാർക്കാണ് ഈ വണ്ടി തന്നെ ചെറിയൊരു റേറ്റ് 10,90 ചോദിക്കുന്നതാണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് ഈ വണ്ടി ചെയ്യാൻ പറ്റും. അതില് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പക്കായിട്ട് വണ്ടി കൊടുക്കാം. അതിലൊരു ലോൺ നമുക്കൊരു 9-9.5 വരെ ലോൺ വാങ്ങി കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒട്ടുമിക്ക എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. അതെ, നമ്മൾ സെഡാനും ഹാച്ച് ബാക്കും SUV-യും MUV-യും എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇനിയും നമ്മള് ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ അല്ലെ? ഏകദേശം ഒരു 40ന്റെ ആ ഒരു റേഞ്ച് വണ്ടികൾ ഉണ്ടല്ലോ നമ്മളെ സ്റ്റോക്ക് തന്നെ ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുമല്ലോ. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, നമുക്ക് കാറ്റലോഗും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുക. അതിൽ കാറ്റലോഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഓണൊക്കെയാണ് വരുന്നത്. ചിങ്ങമാസത്തിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ വീഡിയോയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, എന്നാൽ മൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അഡ്വാൻസ് ഹാപ്പിയാണോ? അഡ്വാൻസ് ഹാപ്പിയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.